നമ്മൾ കാണിക്കാൻ പോകുന്നത് 650cc കോണ്ടിനെൻ്റൽ GT ആണ്. ഞാൻ തൊലഹത്ത് റോയൽ കസ്റ്റമേഴ്സ് കാവന്നൂർ. അപ്പോൾ GTയുടെ വീഡിയോ ഞാൻ ചെയ്തിട്ടില്ല, ഇൻ്റർസെപ്റ്ററിൻ്റെയാണ് ചെയ്തത്. അത് തമ്മിലുള്ള ഡിഫറൻറ്റ് എന്താണെന്നുള്ളതാണ് കാണിക്കുന്നത്. അപ്പം ഇത് നമുക്കൊന്ന് ഓടിച്ച് നോക്കിയിട്ട് പറയാം കേട്ടോ. ഇത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വലിയൊരു താല്പര്യമില്ലാത്തൊരു വണ്ടിയാണ്. കാരണം നമ്മളെ കുറച്ച് ഏജ് ആയിട്ടുള്ള ആളുകളാണ്, അതുകൊണ്ട് ആയിരിക്കാം. അതുകൊണ്ടല്ല, ഇതിൻ്റെ മുന്നേ ഈ ഒരു വണ്ടി ഈ ഒരു കാറ്റഗറി തന്നെ എൻ്റെ കോണ്ടിനെൻ്റൽ GT എന്ന് പറഞ്ഞ UC എഞ്ചിനിൽ വന്നിരുന്ന ഒരു വണ്ടി, അതും എനിക്കിഷ്ടമല്ലായിരുന്നു. കാരണം ഇതിപ്പോൾ ഞാനിരിക്കുന്ന പൊസിഷൻ ഉണ്ട്, റൈഡിങ് പൊസിഷൻ, അത് വളരെ എന്താ പറയുക, കുനിഞ്ഞിരുന്നാണ് വണ്ടി ഓടിക്കുന്നത്. $47 bhp പവറും 52 Nm ടോർക്കും വരുന്നൊരു വണ്ടിയാണിത്. അതായത് ഇൻ്റർസെപ്റ്റർ വരുന്ന സെയിം എഞ്ചിൻ തന്നെയാണ്. 650cc വരുന്ന എല്ലാ റോയൽ എൻഫീൽഡ് എല്ലാ വണ്ടികളും ആ സെയിം പെർഫോമൻസും സെയിം ടോർക്കും തന്നെയാണ് വരുന്നത്. 1498 ഇതിൻ്റെ വീൽ ബേസ് വരുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു വണ്ടി ഇറക്കിയിട്ടുള്ളത് ഒരു കഫേ ടു കഫേ റേസിംഗ് എന്ന ഒരു സ്പീഡിൽ പോകാനുള്ള ഒരു വണ്ടി, അതായത് ഷോർട്ട് ഡിസ്റ്റൻസിൽ ഹൈ സ്പീഡിൽ പോകാനുള്ള ഒരു വണ്ടി എന്ന രീതിയിലാണ് കഫേ റേസർ കാറ്റഗറിയിലെ വാഹനങ്ങളൊക്കെ ഇറക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു വണ്ടി എടുക്കുമ്പോൾ ഒരു ലോങ് റൈഡ് ഉദ്ദേശിച്ചാണ് ഈ വണ്ടി എടുക്കുന്നതെങ്കിൽ വണ്ടി ഒരിക്കലും പറ്റില്ല കേട്ടോ. ലോങ് റൈഡ് എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ യങ്സ്റ്റേഴ്സൊക്കെ ആ ഒരു ക്രേസിൻ്റെ മുകളിൽ ഒരു GT ഓടിക്കുക എന്നുള്ള ആ ഒരു മെൻറ്റാലിറ്റിയിലൊക്കെ ആണെങ്കിൽ ഓക്കെ ഓടിക്കാം. അപ്പം റിസ്ക് എടുത്ത് ലോങ് ഓടിക്കുന്ന ആളുകൾ ഉണ്ടാവില്ല, അങ്ങനത്തെ ആളുകൾക്കൊന്നും ഏത് വണ്ടി ഒരു കുഴപ്പമില്ല. പക്ഷേ നമ്മളൊരു വണ്ടി എടുക്കുമ്പം, ഈ ഒരു വണ്ടി കോണ്ടിനെൻ്റൽ GT എന്ന സെഗ്മെൻറ്റിൽ വണ്ടി എടുക്കുമ്പം ഒരു ഷോർട്ട് ഡിസ്റ്റൻസിൽ ഹൈ സ്പീഡ് പെർഫോമൻസ് യൂസ് ചെയ്യാൻ പറ്റിയൊരു വണ്ടി എന്ന് ആദ്യം മനസ്സിലാക്കണം. ഇതൊരിക്കലും ഒരു ഹൈവേ ക്രൂസർ അല്ല. ഒരു ഹൈവേ ക്രൂസർ എന്നാൽ ലോങ് ഡിസ്റ്റൻസിൽ ഓടിക്കാൻ പറ്റിയൊരു വണ്ടിയല്ല. നമുക്ക് കറക്റ്റ് കൈയിൻ്റെ ഷോൾഡറും ബാക്ക് പെയിനും നല്ല രീതിയിൽ എഫക്റ്റ് ആവും കുറച്ച് ഓടിക്കുമ്പോൾ തന്നെ. സത്യം പറഞ്ഞാൽ മടുപ്പ് വരും, അത്രയാണ് ചുരുക്കി പറഞ്ഞാൽ എനിക്ക് പറയാനുള്ളത്. ഈ വണ്ടി ഒരു മടുക്കും. അതായത് ഈ ഒരു സെഗ്മെൻറ്റിലുള്ള വണ്ടി എന്ന് പറഞ്ഞാൽ കഫേ റേസർ സെഗ്മെൻറ്റിലെ എല്ലാ വണ്ടികളും ഈ ഒരു ലക്ഷ്യം വെച്ചാണ് വണ്ടി ഇറക്കിയിരിക്കുന്നത്. എന്ന് കയറി നമ്മൾ 650cc വണ്ടി എടുക്കണം എന്നുള്ള ആഗ്രഹമുള്ള ആൾക്കാർ, ഇപ്പോൾ ചെറിയ ചെക്കന്മാരൊക്കെ ഒരു എന്താ പറയുക, നല്ലൊരു ക്രേസിൻ്റെ മുകളിൽ ഒരു GT എടുത്തിട്ട് കുനിഞ്ഞിരുന്ന് വണ്ടീൻ്റെ ടാങ്കിൻ്റെ മുകളിൽ കിടന്ന് യാത്ര ചെയ്യുന്ന രീതിയിലുള്ള ഒരു പൊസിഷനാണ് ഈ വണ്ടി കൊടുത്തേക്കുന്നത്. അതായത് എയറിനെ ഡിഫെൻസ് ചെയ്തിട്ട് കുനിഞ്ഞ് എയറോഡൈനാമിക്സ് ആ ഒരു രീതിയിൽ കുനിഞ്ഞിരുന്ന് വണ്ടി ഓടിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ മെയിൻ ഒരു അഡ്വാൻറ്റേജ്. അങ്ങനെ ഓടിക്കണം, അങ്ങനെയാണ് ഇതിൻ്റെ പൊസിഷൻ, റൈഡിങ് പൊസിഷൻ കൊടുത്തേക്കുന്ന, ഹാൻഡിൽ ബാറിൻ്റെ സെറ്റപ്പൊക്കെ അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെ ആ ഒരു റൈഡ് ആസ്വദിക്കുന്ന ആളുകൾക്ക് ഇത് ഓക്കെയാണ്, നല്ല വണ്ടിയാണ്. പെർഫോമൻസ് വൈസൊക്കെ നോക്കുകയാണെങ്കിൽ എഞ്ചിൻ്റെ പെർഫോമൻസ് പിന്നെ ഒന്നും പറയേണ്ടതില്ലല്ലോ. 47 bhp എന്നൊക്കെ പറഞ്ഞാൽ അത്യാവശ്യം നല്ല പവർ തന്നെയാണ് വണ്ടിക്ക്. അതായത് നല്ല 52 Nm ടോർക്കും വണ്ടിക്കുണ്ട്. പക്ഷേ ഈ ഒരു വണ്ടി യൂസ്ഡ് മാർക്കറ്റിൽ അത്യാവശ്യം കുറഞ്ഞ വിലക്ക് കിട്ടുമെങ്കിലും, ഈ വണ്ടി ആണെങ്കിലും ഇൻ്റർസെപ്റ്റർ ആണെങ്കിലും നിങ്ങൾ ആദ്യം ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇതിന് സർവീസ് കോസ്റ്റ് കമ്പാരിറ്റീവ്ലി കുറച്ച് ഹൈ ആണ്. ഇപ്പോൾ പാർട്സ് ആണെങ്കിൽ ഏതൊരു പാർട്സ് ആണെങ്കിലും നല്ല പ്രൈസ് വരുന്ന ഒരു സെഗ്മെൻറ്റിലെ വണ്ടിയാണിത്. അപ്പോൾ നമ്മളൊരു കുറഞ്ഞ വിലക്ക് അത്യാവശ്യം നമ്മളൊരു പുതിയ മെറ്റിയോറൊക്കെ എടുക്കുന്ന റേറ്റിൽ നമുക്ക് ഈ ഒരു വണ്ടി യൂസ്ഡ് മാർക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ എന്ന് കരുതി ഇത് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, ഈ വണ്ടി എടുക്കുമ്പോൾ ഇതിന് വരുന്ന ഒരു ഹൈ മെയിൻ്റനൻസ് കോസ്റ്റാണ്.
അത് നിങ്ങളെ കാണണം. കമ്പാരിറ്റീവ്ലി റോയൽ എൻഫീൽഡിൻ്റെ ഏറ്റവും സെഗ്മെൻറ്റിൽ ഏറ്റവും മെയിൻ്റനൻസ് ഉള്ള വണ്ടിയാണ്. നമ്മൾ കംപ്ലയിൻസ് എന്നല്ല, നമ്മൾ സർവീസ് ചെയ്ത് കൊണ്ടെടുക്കുമ്പോൾ മെയിൻ്റനൻസ് ആണ് ഉദ്ദേശിച്ചത് കേട്ടോ. ഇപ്പോൾ കംപ്ലയിൻറ്റിൽ എല്ലാ പാർട്സിനും ഹൈ റേറ്റാണ്. അപ്പം ബ്രേക്ക് പാഡ് മുതൽ നമുക്ക് കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ബ്രേക്ക് പാഡ് മുതൽ 2000 സംതിങ് വില വരുന്നതാണ് ഒരു ബ്രേക്ക് പാഡും. കാരണം സൈൻഡേഡ് ബ്രേക്ക് പാഡ് എന്തെങ്കിലുമൊക്കെ ഉപയോഗിച്ചിരിക്കുന്ന ഹൈ പെർഫോമൻസ് വണ്ടിക്ക് ഹൈ പെർഫോമൻസ് ബ്രേക്ക് പാഡ് തന്നെയാണ്. അപ്പം മഴ പെയ്യുന്നുണ്ട്, ബുദ്ധിമുട്ടാവുമെന്ന് അറിയില്ല. ഞാനിപ്പോൾ ഈ ഒരു സെഗ്മെൻറ്റിനെ കുറ്റം പറയല്ല. എനിക്ക് സത്യം പറഞ്ഞ ഈ വണ്ടി എനിക്ക് വേറെ വെറുതെ വന്നാലും ഞാൻ എടുക്കില്ല. അത്രയാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഈ ഒരു വണ്ടി അപ്പോൾ ഞാനിപ്പോൾ സത്യം പറഞ്ഞപ്പോൾ 1 കിലോമീറ്റർ 2 കിലോമീറ്റർ ഓടിയുള്ളൂ. എനിക്ക് കൈ നല്ല വേദനിക്കുന്നുണ്ട്. കാരണം നമ്മുടെ ബോഡീൻ്റെ കംപ്ലീറ്റ് വെയിറ്റും നമ്മുടെ ഹാഫ് ബോഡിയുടെ കംപ്ലീറ്റ് വെയിറ്റും ഈ ഒരു കൈൻ്റെ മുകളിലേക്കാണ് പോണത്. കയ്യിൽ താങ്ങി നിന്നോളാം വണ്ടി. കാരണം വണ്ടിൻ്റെ വെയിറ്റും ശരിക്കും ഫീൽ ചെയ്യും. റിലാക്സ് ആയിട്ട് റൈഡ് ഓടിക്കാൻ കഴിയുന്ന ഓടിക്കാട്ടോ. റിലാക്സ് തന്നെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നമ്മളെ ബോഡി വെയിറ്റ് ആ ബ്രേക്കിങ്ങിൻ്റെ സമയങ്ങളിലൊക്കെ ശരിക്കും നമ്മൾ കൈൻ്റെ മുകളിലേക്ക് വരും. നമ്മൾ ജസ്റ്റ് ബ്രേക്ക് ചെയ്യുമ്പോൾ തന്നെ കൈൻ്റെ മുകളിലേക്കുള്ള പവർ ഹാൻഡിൽ ബാറിൻ്റെ മുകളിലേക്ക് ശരിക്കും ആ ഒരു ടൈറ്റായിട്ട് പോകും. അതുകൊണ്ട് ഈ ഒരു വണ്ടി എടുക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ, വീട്ടിലൊരു വണ്ടിയുണ്ട്, ബാക്കിയുള്ള നോർമലായിട്ടൊരു വണ്ടിയുണ്ട്, എനിക്കൊരു GT വേണം എന്നാഗ്രഹിക്കുന്ന ആളുകൾക്ക് വണ്ടി എടുക്കാം. അതല്ലാതെ നമ്മൾ പൈസ ഒപ്പിച്ചിട്ട് ഒരു 650cc വണ്ടി എടുക്കണം എന്നുള്ള ഒരു കാറ്റഗറിയിലാണെങ്കിൽ കഴിയുന്നത് നിങ്ങൾ ഇൻ്റർസെപ്റ്ററിലേക്ക് പോവുക. ഒരിക്കലും GTയിലേക്ക് പോകരുത്. കാരണം നിങ്ങൾക്കിത് ഓടിച്ച് കൊണ്ടെടുക്കാൻ പറ്റില്ല. പിന്നെ ആ ക്രേസ് എന്ന ഇതിലാണ് കൊണ്ടെടുക്കുന്നതെങ്കിൽ ഓക്കെ, എത്ര കിലോമീറ്റർ വേണം വണ്ടി ഓടിക്കുക. കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഓടിക്കാനാണ് ആ താല്പര്യമെങ്കിൽ ഒരു കുഴപ്പമില്ല. ഈ വണ്ടി എത്ര കിലോമീറ്റർ വേണമെങ്കിലും ഓടിക്കുക. അതല്ലാതെ നോർമലി അത്യാവശ്യം ലോങ് റൈഡിനാണ് ഒരു 650cc വണ്ടി ഇത്രയും പൈസയൊക്കെ മുടക്കുന്ന സമയത്ത് നമ്മൾ ചെറിയൊരു ഓട്ടത്തിന് പെർഫോമൻസിനായിട്ടൊന്നും ഇപ്പോൾ ആ ഒരു വണ്ടി ഉപയോഗിക്കും തോന്നുന്നില്ല. നമ്മൾ ഇന്ത്യയിലൊന്നും ആ ഒരു കാറ്റഗറി ഉണ്ടെന്ന് തോന്നുന്നില്ല. പിന്നെ GT ഉള്ളവർക്ക് സാധാരണഗതിയിൽ ഇതിൻ്റെ ഹാൻഡ്ലിംഗ് പൊസിഷനൊക്കെ ഹൈ ചെയ്തിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഇൻ്റർസെപ്റ്ററിൻ്റെ ഹാൻഡിൽ ബാറൊക്കെ ഉപയോഗിച്ച് ചെയ്യാവുന്നതാണ് കേട്ടോ. അതിൻ്റെ സിസ്റ്റമൊക്കെ മാറ്റിയിട്ട് ഉപയോഗിക്കാവുന്നതാണ്. കാരണം ഞാനെന്ന് പറഞ്ഞാൽ കൈ ഹാൻഡിൽ ശരിക്കും നല്ല ഒരു മുറുക്കി പിടിച്ച് റൈഡ് ചെയ്ത് ശീലമുള്ള ഒരാളാണ്. ഫ്രീ റിലാക്സ് ആയിട്ട് അങ്ങനെ ഞാൻ ഓടിക്കാറില്ല. കാരണം എപ്പോഴെങ്കിലും ആ ഒരു ശീലമാണ് എനിക്കുള്ളത്. അതുകൊണ്ടായിരിക്കാം എനിക്ക് നല്ല ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നുണ്ട് ഈ വണ്ടി. കാരണം ഞാനൊരു ക്രൂസർ വണ്ടിൻ്റെ ലവറാണ്. ക്രൂസർ വണ്ടിയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അതുകൊണ്ടായിരിക്കാം എനിക്ക് നല്ല ബുദ്ധിമുട്ടാണ്. പിന്നെ എൻജിൻ ഭാഗത്തു നിന്നുള്ള ഒരു പെർഫോമൻസ് അടിപൊളിയാണ്. ഒന്നും പറയാനില്ല. അതിൻ്റെ സ്മൂത്ത്നെസ്സും പിന്നെ സീറോ വൈബ്രേഷൻ എന്ന് തന്നെ പറയാൻ പറ്റില്ല എങ്കിലും ആ ഒരു സെഗ്മെൻറ്റിൽ നല്ല റിഫൈൻഡ് എൻജിനാണ്. അതിലൊന്നും യാതൊരു തർക്കമില്ല. ഈ ഇറക്കൊക്കെ ഇറങ്ങി വരുന്ന സമയത്ത് നമ്മളെ ബോഡീൻ്റെ ലോഡ് മുഴുവൻ കയ്യിലേക്ക് പോകണോണ്ടേ നല്ല ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഏതായാലും അപ്പോൾ ഇത് എടുക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ കഴിയുന്നതും ഈ വണ്ടി വിട്ടുപിടിച്ച് ഇൻ്റർസെപ്റ്ററിലേക്ക് പോകുമായിരിക്കും ഏറ്റവും നന്നാവുക. ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങളെ വീട്ടിൽ വേറെ വണ്ടിയുണ്ട്, എനിക്കൊരു GT വേണം, ഒരു ചെറിയ റൈഡിന് ഷോർട്ട് റൈഡിനായിട്ട് ഉപയോഗിക്കുന്ന ഒരു GT വേണം എന്നുള്ള കൺട്രോളിംഗ് ഒക്കെ അടിപൊളിയാണ് കേട്ടോ. കൺട്രോളിംഗ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് കട്ട് ചെയ്തൊക്കെ പോകാൻ പറ്റിയൊരു വണ്ടിയാണ്. കാരണം ആ ഒരു രീതിയിൽ പിന്നെ ഉള്ള പൊസിഷൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് വണ്ടിയൊക്കെ കട്ട് ചെയ്ത് പോകാൻ പറ്റിയ ഒരു പൊസിഷൻ, റൈഡിങ് പൊസിഷനാണ്. കട്ട് ചെയ്യുക ഒരു മാക്സിമം ഒരു 10 കിലോമീറ്റർ കട്ട് ചെയ്ത് നമുക്ക് വണ്ടി ഓടിച്ചിട്ട് പോകാം. യാതൊരു പ്രശ്നമില്ല കേട്ടോ. അപ്പോൾ ബാക്കിയുള്ള കാര്യമൊക്കെ ഇൻ്റർസെപ്റ്ററിൻ്റെ സെയിം പെർഫോമൻസ് ആണ്. അതിൽ യാതൊരു മാറ്റമില്ല. ഇതിൻ്റെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യം അത് ഓടിച്ചിട്ട് ഇതിൻ്റെ ഒരു മൈനസാണ് നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. ചില ആൾക്ക് ഇഷ്ടപ്പെടാതിരിക്കാൻ ഉപയോഗിക്കുന്ന ആളുകൾ ഇപ്പം നമ്മൾ കമൻറ്റ് ചെയ്യും ഇങ്ങനെയാണെന്നൊക്കെ. എന്നിരുന്നാലും ഒരു പെർഫോമൻസ് വണ്ടി ലോങ് റൈഡ് ഉപയോഗിക്കാൻ പറ്റിയ ഒരു വണ്ടി ഒരിക്കലും ഇതല്ല എന്നുള്ളതിൽ യാതൊരു തർക്കമില്ല. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.